യുദ്ധക്കളമായ പശ്ചിമേഷ്യയിൽ 5-ാം ദിവസവും സംഘർഷം അയയുന്നില്ല. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും കനത്ത വ്യോമാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. തലസ്ഥാനമായ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും മിസൈൽ വർഷം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഭരണകൂടം തകർച്ചയുടെ വക്കിലാണ് എന്നും എപ്പോൾ വേണമെങ്കിലും ചീട്ടുകൊട്ടാരം പോലെ വീഴുമെന്നും ശക്തമായ സന്ദേശവുമായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് രംഗത്തു വന്നു. പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ വീഡിയോയിലൂടെയാണ് മൊസാദ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാനും ശക്തമായ പ്രത്യാക്രമണം തുടരുകയാണ്. 17-ാം ഘട്ട വ്യോമാക്രമണം ആരംഭിച്ചതായി IRGC വ്യക്തമാക്കി. 40 മിസൈലുകൾ പുതുതായി വിക്ഷേപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം കുടുംബത്തോടൊപ്പം രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശം നൽകി. കറാച്ചിയിലും ലാഹോറിലുമുള്ള കോൺസുലേറ്റുകളിൽ ഇനി അടിയന്തര സേവനങ്ങൾ മാത്രമേ ഉണ്ടാകൂവെന്നും അറിയിപ്പുണ്ട്. വിമാനവാഹിനിയടക്കം ഇറാന്റെ 17 കപ്പലുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന അമേരിക്കയുടെ സൈനിക നടപടി കൂടുതൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. 50,000-ഓളം സൈനികരെയും 200 യുദ്ധവിമാനങ്ങളുമാണ് സൈനിക നടപടിക്കായി അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഇടപെടൽ ഇല്ലാതാക്കാൻ അമേരിക്കൻ മേഖലയിൽ നേവി കൂടുതൽ സജ്ജമാവുകയുമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കങ്ങൾ തടയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഘർഷം ശക്തമാക്കാനുള്ള ഇരുവിഭാഗങ്ങളുടെയും നീക്കം പോർമുഖം കടുപ്പിക്കുന്ന സാഹചര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മാനുഷിക ദുരന്തത്തിൻ്റെ നാളെയിലേക്കാണോ നയിക്കുന്നത്?